ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ക്ലാസ് 2 ആണ്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്നും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When Raju came to the class very late, the teacher asked him where dash. When Raju came to the class very late, the teacher asked him where dash. Options നോക്കാം. Option A, he has. Option B, where you. Option C, had you gone. Option D, he had been. ഏതാണ് അതിൻ്റെ അകത്ത്? When Raju came to the class very late, the teacher asked him where he had been. Option D ആണ് ആൻസർ, where he had been. അടുത്ത ക്വസ്റ്റ്യൻ. Ad valorem means dash. Ad valorem means dash. അതായത് അഡ് വലോറം എന്ന് പറഞ്ഞാൽ പരസ്യ വലോറം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ് വലോറം മീൻസ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അക്കോർഡിംഗ് ടു വാല്യൂ. ഓപ്ഷൻ ബി, ടെമ്പററി വാല്യൂ. ഓപ്ഷൻ സി, എ ഡിസ്റ്റിങ്വിഷിംഗ് എക്സ്പീരിയൻസ്. ഓപ്ഷൻ ഡി, an honored guest. ഏതാണ് അഡ് വലോറം മീൻസ് ഡാഷ്? ഏതാണ് അഡ് വലോറം കൊണ്ട് അർത്ഥമാക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, അക്കോർഡിംഗ് ടു വാല്യൂ. മൂല്യം അനുസരിച്ചാണ് എന്നാണ് അക്കോർഡിംഗ് ടു വാല്യൂ എന്നതിന്റെ അർത്ഥം. അപ്പോൾ അഡ് വലോറം മീൻസ് അക്കോർഡിംഗ് ടു വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Children hardly ever speak English. Children hardly ever speak English. Dash. എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓപ്ഷൻ എ, ഡോണ്ട് ദേ ആണോ? ഓപ്ഷൻ ബി, ഡിഡന്റ് ദേ ആണോ? ഓപ്ഷൻ സി, ഡു ദേ ആണോ? ഓപ്ഷൻ ഡി, ഡിഡ് ദേ ആണോ? ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. ഏതാണ് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്വസ്റ്റ്യൻ ആഗ്. അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ചൊന്നും പറയുന്നില്ല. ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഡു ദേ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഡു ദേ. അടുത്ത ക്വസ്റ്റ്യൻ. Than work is dash for any man to do single-handed. Than work is dash for any man to do single-handed. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മോർ ദാൻ ഇനഫ്. ഓപ്ഷൻ ബി, മച്ച് മോർ. ഓപ്ഷൻ സി, വെരി മച്ച്. ഓപ്ഷൻ ഡി, ടു മച്ച്. ഏതാണ് ഓപ്ഷൻ? ദാൻ വർക്ക് ഈസ് ഡാഷ് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡഡ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടു മച്ച്. ദാൻ വർക്ക് ഈസ് ടു മച്ച് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആന്റോണിയം ഓഫ് ഇൻക്ലൂഡ് ഈസ് ഡാഷ്. ദ ആന്റോണിയം ഓഫ് ഇൻക്ലൂഡഡ് ഈസ് ഡാഷ്. അതായത് ഇൻക്ലൂഡ് എന്നതിന്റെ ആന്റോണിയം എന്ന് പറഞ്ഞാൽ വിപരീതമാണ്. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, കൺക്ലൂഡ്. ഓപ്ഷൻ ബി, എക്സ്ക്ലൂഡ്. ഓപ്ഷൻ സി, സെക്ലൂഡ്. ഓപ്ഷൻ ഡി, പ്രിക്ലൂഡ്. ഏതാണ്? ദ ആന്റോണിയം ഓഫ് ഇൻക്ലൂഡ് ഈസ്. ആന്റോണിയം എന്നതിന്റെ
വിപരീതമാണ് ഏതാണ്? എക്സ്ക്ലൂഡ്. ആന്റോണി എന്നതിന് വിപരീതമാണ് എക്സ്ക്ലൂഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following sentence is wrong? Which of the following sentence is wrong? ഏതാണ് ഈ ഫോളോയിങ് സെന്റൻസിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, മൈ അങ്കിൾ വെന്റ് എബ്രോഡ് ലാസ്റ്റ് വീക്ക്. മൈ അങ്കിൾ വെന്റ് എബ്രോഡ് ലാസ്റ്റ് വീക്ക്. ഓപ്ഷൻ ബി, ഹി വാസ് ഇൻ എ ഹറി to go to the office. He was in a hurry to go to the office. Option C, if you work hard, you will pass. If you work hard, you will pass. Option D, no sooner had he reached home when the light went out. ഏതാണ്? Which of the following sentence is wrong? ഏതാണ് wrong sentence? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നോ സൂണർ ഹാഡ് ഹി റീച്ച്ഡ് ഹോം വെൻ ദ ലൈറ്റ് വെന്റ് ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക്? വാചകത്തിന്റെ ഏത് ഭാഗത്താണ് തെറ്റ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഐ ആം ലുക്കിംഗ് ഫോർവേഡ്. ഓപ്ഷൻ ബി, to see you. Option C, sometime. Option D, next year. In which part of the sentence is the mistake? വാചകത്തിന്റെ ഏത് ഭാഗത്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഭാഗത്താണ്? ഏത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ടു സീ യു. ടു സീ യു. അടുത്ത ക്വസ്റ്റ്യൻ. Of the two sisters, Gayatri and Tirtha, Gayatri is dash attractive. Of the two sisters, Gayatri and Tirtha, Gayatri is dash attractive. Options നോക്കാം. ഓപ്ഷൻ എ, മോർ ആണോ? ഓപ്ഷൻ ബി, മോസ്റ്റ് ആണോ? ഓപ്ഷൻ സി, മച്ച് ആണോ? ഓപ്ഷൻ ഡി, വെരി ആണോ? ഏതാണ്? മോർ അട്രാക്റ്റീവ് ആണോ? മോസ്റ്റ് അട്രാക്റ്റീവ് ആണോ? മച്ച് അട്രാക്റ്റീവ് ആണോ? വെരി അട്രാക്റ്റീവ് ആണോ? ഏതാണ് ആൻസർ? ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ, ഗായത്രി ഈസ് മോർ അട്രാക്റ്റീവ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If you are caught try to smuggle gold through the customs, it will be a dash. If you are caught trying to smuggle gold through the customs, it will be a dash. എന്താണ്? കസ്റ്റംസ് വഴി സ്വർണം കടത്താൻ ശ്രമിച്ചാൽ പിടിക്കപ്പെടും, അത് ഡാഷ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, confiscated. Option B, compensated. Option C, consolidated. Option D, castigated. എന്താണ് കോമ്പൻസേറ്റഡ് എന്നതിന്റെ അർത്ഥം എന്താണ്? കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം നൽകി എന്നാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏകീകരിച്ചു. അതായത് കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏകീകരിച്ചു. അപ്പോൾ കാസ്റ്റിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപമാനിച്ചു എന്നാണ്. അപ്പോൾ കോൺഫിസിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ എ കോൺഫിസിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടുകെട്ടും. അപ്പോൾ ഇഫ് യു ആർ കോട്ട് ട്രൈയിങ് ടു സ്മഗിൾ ഗോൾഡ് ത്രൂ ദ കസ്റ്റംസ് ഇറ്റ് വിൽ ബി എ ഡാഷ്. ഏതാണ് ശരിക്കും ഇതിനകത്ത് ഓപ്ഷൻസിനകത്ത് ചേരുന്നത്? കോൺഫിസിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടും, കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം നൽകി, കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏകീകരിച്ചു എന്നാണ് അർത്ഥം, കാസ്റ്റിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ അപമാനിച്ചു എന്നാണ് അർത്ഥം. ഇതിലേതാണ്? കസ്റ്റംസ് വഴി സ്വർണം കടത്താൻ ശ്രമിച്ചാൽ പിടിക്കപ്പെടും, അത് ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ, കോൺഫിസിക്കേറ്റഡ്, അത് കണ്ടുകെട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. One who compiles dictionaries is sailed a dash. One who compiles dictionaries is sailed a dash. നിഘണ്ടുക്കൾ
സമാഹരിക്കുന്ന ഒരാള് കപ്പൽ യാത്ര ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിക്റ്റാക്ടർ, ഓപ്ഷൻ ബി കാലിഗ്രാഫർ, ഓപ്ഷൻ സി ലിംഗ്വിസ്റ്റ്, ഓപ്ഷൻ ഡി ലെക്സിക്കോഗ്രാഫർ. എന്താണ് ഓപ്ഷൻ എ ഡിക്റ്റാക്ടർ എന്നതിന്റെ അർത്ഥം എന്താണ്? ഏകാധിപതി എന്നാണ് അർത്ഥം. ഡിക്റ്റാക്ടർ എന്ന് പറഞ്ഞാൽ ഏകാധിപതി എന്നാണ് അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ബി കാലിഗ്രാഫർ, അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ കൈ എഴുത്തുകാരൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ലിംഗ്വിസ്റ്റ്, അതിന്റെ അർത്ഥം എന്താണ്? ഭാഷാ പണ്ഡിതൻ എന്നാണ് ലിംഗ്വിസ്റ്റ് എന്നാണ് അർത്ഥം. ലെക്സിക്കോഗ്രാഫർ എന്ന അർത്ഥം എന്താണ്? നിഘണ്ടു എന്നാണ് അർത്ഥം. അപ്പം വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ് ഈസ് സെയിൽഡ് എ ഡാഷ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് അതിന്റെ അകത്ത് ചേരുന്നത്? നിഘണ്ടുക്കൾ സമാഹരിക്കുന്ന ഒരാള് കപ്പൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലെക്സിക്കോഗ്രാഫർ. അടുത്ത ക്വസ്റ്റ്യൻ. She is dash most intelligent girl in the class. She is dash most intelligent girl in the class. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആന്, ഓപ്ഷൻ ബി ദായ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഷീ ഈസ് ഡാഷ് മോസ്റ്റ് ഇന്റലിജന്റ് ഗേൾ ഇൻ ദ ക്ലാസ്. ഏതാണോ ഏത് ഓപ്ഷൻസ് ആണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഷീ ഈസ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ഗേൾ ഇൻ ദ ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ. The opposite of obligatory is dash. The opposite of obligatory is dash. ഏതാണ് opposite of obligatory? ഓപ്ഷൻ എ വോളണ്ടറി, ഓപ്ഷൻ ബി കമ്പൽസറി, ഓപ്ഷൻ സി നെസസറി, ഓപ്ഷൻ ഡി ഇൻവിറ്റബിൾ. ഏതാണ് ഓപ്പോസിറ്റ് ഓഫ് ഒബ്ലിഗേറ്ററി ഈസ്? ഏത് ഓപ്ഷൻ ആണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ആൻസർ, വോളണ്ടറി. അടുത്ത ക്വസ്റ്റ്യൻ. We must have dash to good books. We must have dash to good books. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ access, ഓപ്ഷൻ ബി access, ഓപ്ഷൻ സി access, ഓപ്ഷൻ ഡി access. ഏതാണ്? We must have dash to good books. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, access. We must have access to good books. അടുത്ത ക്വസ്റ്റ്യൻ. The synonym of absurd is a dash. The synonym of absurd is a dash. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ unconscious, ഓപ്ഷൻ ബി conscious, ഓപ്ഷൻ സി foolish, ഓപ്ഷൻ ഡി sensible. ഏതാണ് സിനോണിയം ഓഫ് അബ്സേർഡ്? അബ്സേർഡിന്റെ സിനോണിയം ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏത് ഓപ്ഷൻ ആണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫൂളിഷ്. അടുത്ത ക്വസ്റ്റ്യൻ. Tell me dash you were talking to for some long. Tell me dash you were talking to for some long. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ who, ഓപ്ഷൻ ബി whose, ഓപ്ഷൻ സി what, ഓപ്ഷൻ ഡി whom. Tell me dash you were talking to for so long. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, who. Tell me who you were talking to for so long. അടുത്ത ക്വസ്റ്റ്യൻ. Vishnu is the dash boy in his class. Vishnu is the dash boy in his class. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ tall, ഓപ്ഷൻ ബി tallest, ഓപ്ഷൻ സി taller, ഓപ്ഷൻ ഡി long. വിഷ്ണു ഈസ് ദ ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി ഉത്തരം? വിഷ്ണു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ.
Mahatma Gandhi insisted on dash wearing khadi clothes. Mahatma Gandhi insisted on dash wearing khadi clothes. Options നോക്കാം. Option A wear, option B as, option C our, option D ours. ഏതാണ്? മഹാത്മാ ഗാന്ധി ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് വിയറിംഗ് ഖാദി ക്ലോത്ത്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ആൻസർ, ഔർ. മഹാത്മാ ഗാന്ധി ഇൻസിസ്റ്റഡ് ഓൺ ഔർ വിയറിംഗ് ഖാദി ക്ലോത്ത്സ്. അടുത്ത ക്വസ്റ്റ്യൻ. We have a holiday dash Christmas. We have a holiday dash Christmas. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അറ്റ്, ഓപ്ഷൻ ബി ഇന്ന്, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി ബൈ. ഏതാണ് ശരി ഉത്തരം? വി ഹാവ് എ ഹോളിഡേ ഡാഷ് ക്രിസ്മസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ആൻസർ, അറ്റ്. വി ഹാവ് എ ഹോളിഡേ അറ്റ് ക്രിസ്മസ്. അടുത്ത ക്വസ്റ്റ്യൻ. Give one word of the following. Give one word of the following. Tendency to maintain a state of affairs without much change. Give one word of the following ആണ്. One word ആണ് പറയേണ്ടത്. അപ്പോൾ ചോദ്യം ഇതാണ്, ടെൻഡൻസി ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിത്തൗട്ട് മച്ച് ചേഞ്ച്. കാര്യമായ മാറ്റമില്ലാതെ ഒരു അവസ്ഥ നിലനിർത്തുന്നതിനുള്ള പ്രവണത, അതാണ് അതിനുള്ള ഒറ്റ വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അൺകൺവെൻഷണൽ, ഓപ്ഷൻ ബി കൺസർവേറ്റിസം, ഓപ്ഷൻ സി കോറസ്, ഓപ്ഷൻ ഡി ബാലറ്റ്. ഏതാണ് ഇതിനകത്ത്? അൺകൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പുതിയ രീതി പിന്തുടരുന്നതിനെയാണ് പറയുന്നത്. അൺകൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതികതയാണ്. പിന്നെ കോറസ് ആണ്. ബാലറ്റ് എന്ന് പറഞ്ഞാൽ ബാലറ്റ് തന്നെ. അപ്പോൾ ടെൻഡൻസി ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിത്തൗട്ട് മച്ച് ചേഞ്ച്, ഇതിൻ്റെ അകത്ത് ഏതാണ് ആൻസർ? അതായത് കാര്യമായ മാറ്റമില്ലാതെ ഒരു അവസ്ഥ നിലനിർത്തുന്നതിനുള്ള പ്രവണത. അതിൻ്റെ അകത്ത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യാഥാസ്ഥിതികത എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതികത. അടുത്ത ക്വസ്റ്റ്യൻ. ഹാർഡ്ലി ഡാഷ് സീ ദ പിക്ചർ. ഹാർഡ്ലി ഡാഷ് സീ ദ പിക്ചർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഐ ക്യാൻ, ഓപ്ഷൻ ബി ഐ കുഡ്, ഓപ്ഷൻ സി ക്യാൻ ഐ, ഓപ്ഷൻ ഡി കാണ്ട് ഐ. ഹാർഡ്ലി ഡാഷ് സീ ദ പിക്ചർ. ഓപ്ഷൻസ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി ഉത്തരം? ഹാർഡ്ലി ഡാഷ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഐ കുഡ് സീ ദ പിക്ചർ. ഹാർഡ്ലി ഐ കുഡ് സീ ദ പിക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. All were invited dash dinner. All were invited dash dinner. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി അറ്റ്. ഓൾ വെയർ ഇൻവൈറ്റഡ് ഡാഷ് ഡിന്നർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ബി ആണ് ആൻസർ, 2. ഓൾ വെയർ ഇൻവൈറ്റഡ് ടു ഡിന്നർ. അടുത്ത ക്വസ്റ്റ്യൻ. A person who runs away from law or justice. A person who runs away from law or justice. അതായത് നിയമത്തിൽ നിന്നോ നീതിയിൽ നിന്നോ ഓടിപ്പോകുന്ന ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ എ പേഴ്സൺ ഹു റൺസ് അവേ ഫ്രം law or justice. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റെഫ്യൂജി ആണോ അതിന്റെ ശരി ഉത്തരം? ഓപ്ഷൻ ബി ക്രിമിനൽ ആണോ അതിന്റെ അർത്ഥം? ശരിയായ ആൻസർ അതായത് ഓപ്ഷൻ സി ഫ്യൂഗിറ്റീവ്, അതാണോ ശരി ഉത്തരം? ഓപ്ഷൻ ഡി എമിഗ്രാന്റ്, അതാണോ ശരി ഉത്തരം? എ പേഴ്സൺ ഹു റൺസ് അവേ ഫ്രം ലോ ഓർ ജസ്റ്റിസ്, അതായത് നിയമത്തിൽ നിന്നോ നീതിയിൽ നിന്നൊക്കെ ഓടിപ്പോകുന്ന ആള്. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി എന്നാണ് അതിന്റെ ശരി ഉത്തരം. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആണ്. പിന്നെ ഫ്യൂഗിറ്റീവ് എന്ന് പറഞ്ഞാൽ
ഒളിച്ചോടിയത് എന്നാണ് അർത്ഥമാക്കുന്നത്. എമിഗ്രന്റ് എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരൻ. അപ്പോൾ നിയമത്തിൽ നിന്നോ നീതിയിൽ നിന്നോ ഓടിപ്പോകുന്ന ആൾ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അകത്ത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഫ്യൂഗിറ്റീവ്, അതായത് അഭയാർത്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. I cannot dash what he is saying. I cannot dash what he is saying. Options: option A making, option B put off, option C make out, option D put up. ഏതാണ് ശരി ഉത്തരം? I cannot dash what he is saying. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. make out. I cannot make out what he is saying. അടുത്ത ക്വസ്റ്റ്യൻ. The opposite of implicit is dash. The opposite of implicit is dash. Implicitന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ exposed, ഓപ്ഷൻ ബി inherent, ഓപ്ഷൻ സി convert, ഓപ്ഷൻ ഡി none of these. ഏതാണ് ഓപ്പോസിറ്റ് ഓഫ് ഇംപ്ലിസിറ്റ് ഈസ്? ഈ ഓപ്ഷൻസിനകത്ത് ഏതാണ് ഉത്തരം? ഇതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻസിനകത്ത് ശരി ഉത്തരമില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. ഇതിൻ്റെ അകത്ത് ഉത്തരം ശരിയില്ല. ഇംപ്ലിസിറ്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് എന്നാണ്. അതായത് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ പരോക്ഷമായ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. He does not know dash English fluently. He does not know dash English fluently. ഓപ്ഷൻസ് നോക്കാം. How to speak, ഓപ്ഷൻ ബി to speak, ഓപ്ഷൻ സി how speaking, ഓപ്ഷൻ ഡി how to speaking. He does not know dash English fluently. ഓപ്ഷൻ എ ആണ് ആൻസർ. how to speak. He does not know how to speak English fluently. അടുത്ത ക്വസ്റ്റ്യൻ. This PC is as good as new. It has dash been used. This PC is as good as new. It has dash been used. Options: option A hardly, option B mostly, option C lately, option D most. This PC is as good as new. It has dash been used. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ആൻസർ. ഹാർഡ്ലി. ദിസ് PC is as good as new. It has hardly been used. അടുത്ത ചോദ്യം. സെലക്ട് ആൻ അൺകൗണ്ടബിൾ നൗൺ ഫ്രം ദ ഫോളോയിങ്. സെലക്ട് ആൻ അൺകൗണ്ടബിൾ നൗൺ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പിന്ന്, ഓപ്ഷൻ ബി പോയം, ഓപ്ഷൻ സി ട്രെയിന്, ഓപ്ഷൻ ഡി പോയട്രി. ഏതാണ് അൺകൗണ്ടബിൾ നൗൺ? സെലക്ട് ആൻ അൺകൗണ്ടബിൾ നൗൺ ആണ് പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഫോളോയിങ്ങിൻ്റെ അകത്ത്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പോയട്രി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.